തേക്കടിയിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ വരുന്നത്. ഇതുകൊണ്ട് അതിലേ ഇങ്ങനെ ഇറങ്ങി വരാം ഇങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്ത്. ഇപ്പൊ കണ്ടതാണ് ഇളയരാജ സാറിന്റെ വീട്. മുഴുവൻ ഇതുപോലെ ഈ ചുറ്റിച്ചുളിഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്തേലും നല്ലത് ഇതാട്ടോ. എന്ത് രസമല്ലേ ഇതിങ്ങനെ കിടക്കുന്ന കാണാനല്ലേ. അടിപൊളി. ഹായ് ഹലോ, എല്ലാവർക്കും F4 ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങോട്ടാ ചിങ്കു പോകുന്നേ? കുമളിക്കമ്പം. അതെ, നമ്മളിപ്പോ കുമളിയിലാവണേ. എന്നിട്ട് നമുക്കിനി കമ്പത്തിനൊന്ന് പോവാം. അതായത് മുന്തിരിപ്പാടമുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ്, മറ്റേ പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാം. പിന്നെ പോകുന്ന വഴി നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മുന്തിരിപ്പാടമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. കാണാം. ഓക്കെ. ഇതാണ് കുമളി ചെക്ക് പോസ്റ്റ് കേട്ടോ. നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റ്. വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ സ്വന്തം നാട്. അത് എക്സൈസിന്റെ ചെക്ക്. ഇതാണ് കുമളി പോലീസ് സ്റ്റേഷൻ. പല സൈഡിൽ കണ്ടോ? ഇവിടെ എപ്പോഴും തിരക്കല്ലേ പോലീസ് സ്റ്റേഷനിലോ? അല്ല, ഈ വഴി മുഴുവൻ ചിപ്സ് ഒക്കെ വറുത്തുണ്ടാക്കുന്നുണ്ടോ? അടിപൊളി. ഇത് തമിഴ്നാട് കേട്ടോ. തേനി, ട്രിച്ചി, ഡിണ്ടുഗൽ, ചെന്നൈ, മധുരൈ. ഒരു ടോളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ടോൾ റോഡെന്ന് എഴുതി വെച്ചേക്കുന്നത്. നേരെ ഇത് എല്ലാം കിടക്കുന്നത് തമിഴ്നാടിന്റെ ബസ്സുകളാണ്. അല്ല, ഇത് ഈ കിടക്കുന്ന വണ്ടിയുണ്ടോ? ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ടോ? ഇത് SCTCയുടെ വണ്ടി, ഗവൺമെന്റ് വണ്ടിയാണ് ഇത്. അത് സ്ലീപ്പറാണ്. അത് മറ്റേ ചെന്നൈക്കൊക്കെ പോകുന്ന വണ്ടി. ഈ കിടക്കുന്നത് ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനി, കമ്പം, അങ്ങനെ. ഇത് ഈ തേനിക്ക് പോകുന്ന വണ്ടിയാണ് ഇത്. ഇത് സെമി സ്ലീപ്പർ SCTCയുടെ ഈ വെള്ള വണ്ടി. ഇതുണ്ടോ? തിരുനെൽവേലി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചെങ്ങനെ. നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് മറ്റേ ഇതുള്ളത്, പെൻസ്റ്റോക്ക് പൈപ്പില്ലേ, അതായത് നമ്മുടെ വെള്ളം കൊണ്ടുപോകുന്നത്. അതെ, ശബരിമലയ്ക്ക് നടന്നു പോകുന്നവരല്ലേ കണ്ടോ? ഇല്ലില്ല, അങ്ങ് വരെ നടക്കുന്നവരല്ലേ. പിന്നെ ഇത് മകരവിളക്കിന് വേണ്ടി പോകുന്നവരാന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം അത് ഇപ്പൊ വെള്ളം ഉണ്ടോന്ന് അറിയത്തില്ല. അതായത് നമ്മള് തേക്കടിയിൽ നിന്ന് അങ്ങോട്ട് വെള്ളം കൊടുക്കുമല്ലോ. വെള്ളം അത് പരിധി കൂടുതൽ ഇത്ര അടി കൂടി എന്നൊക്കെ പറയല്ലേ. അങ്ങനെ വന്ന് കഴിയുമ്പോ ഇതിലേ തുറന്നു വിടും. ഇതുണ്ട്, ഇത് കണ്ടോ? ഇതിലേ വരും. അവിടെ ചെറുതായിട്ട് ശാക്കലങ്ങാണ്ട് വെള്ളം. അത് കാണിക്കാമേ. ഇത് കണ്ടോ? ഇതിലെയാണ് തേക്കടിയിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോ വരുന്നത്. കണ്ടോ? വെള്ളമില്ല, വെള്ളം കുറച്ചേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് പൈപ്പ് കണ്ടോ? കണ്ടോ? ഇതാണ് ആ പൈപ്പ്. പിന്നെ നമ്മുടെ പൈപ്പ് അത് കണ്ടോ? ഇതിനകത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചാലുണ്ടല്ലോ വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. ഇതുകൊണ്ട് അതിലേ ഇങ്ങനെ ഇറങ്ങി വരാം ഇങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്ത്. പിന്നെ ഒരു വാൽവൊക്കെ ഉണ്ട്. ആരാണ്ടൊക്കെ എഴുതി അവിടെ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ കണ്ട പൈപ്പില്ലേ, ആ പൈപ്പിൽ നിന്ന് വെള്ളം വന്നിട്ട് ഇവിടെ ഒരു പവർ ഹൗസ് ഉണ്ട്. പെരിയാർ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ബോർഡ് കണ്ടോ? ഇതിലെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയാണ് പവർ സ്റ്റേഷൻ. നമ്മുടെ അവിടുന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്.
എന്നിട്ട് ഇവിടുന്ന് പിന്നെ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് വെച്ച് ബാക്കി വെള്ളം മുഴുവൻ കൃഷി ആവശ്യത്തിന് വേണ്ടി അവര് എടുക്കുന്നു. ഈ സ്ഥലത്തിന് പേര് ലോവർ ക്യാമ്പ് എന്നാണ് സ്ഥലത്തിന് പേര്. ആ ഇതുണ്ട് ബോർഡിരിക്കുന്നത് ലോവർ ക്യാമ്പ്. പിന്നെ വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്ന മംഗളാദേവി ക്ഷേത്രം എന്നൊക്കെ പറയല്ലേ, അത് ഈ സൈഡിലത്തെ മലകൾ കണ്ടോ, അതിന്റെ അപ്പുറത്തെ അങ്ങേ സൈഡിലാണ് അതുള്ളത്. ഇത് മുഴുവൻ എല്ലാം ഓരോരോ കൃഷികളാണ്. ഇനി മുഴുവൻ അങ്ങനെ ആയിരിക്കും. ഓരോ സീസൺ അനുസരിച്ച് എപ്പോഴും ഓരോ കൃഷിയാണ്. ഇതുണ്ട് ചോളം നിൽക്കുന്നേ കണ്ടോ. ഇത് തെങ്ങും തോപ്പ്. അത് കേരളമാണ് കേട്ടോ. മലയില്ലേ ഞാൻ കാണുന്ന മലകൾ ഇതിനപ്രാവശ്യം കേരളം. ഇനി പ്രധാനപ്പെട്ട ഒരു സ്ഥലം കാണിച്ചാൽ കേട്ടോ. കാണില്ലേ അത് ആരുടെ വീടാന്നറിയാവോ? എനിക്കറിയാം, ഇളയരാജയുടെ. അതാണ് ഇപ്പൊ കണ്ടതാണ് ഇളയരാജ സാറിന്റെ വീട്. ഇളയരാജ സാറിന്റെ അമ്മേനെയും വൈഫിനെയും ഒക്കെ അടക്കം ചെയ്തേക്കുന്നത് ഇവിടെ തന്നെയാണ്. ആണല്ലേ? അത് ഇവിടെ അല്ലേ അടക്കിയേക്കുന്നത്? ഇവിടെ അടക്കിയേക്കുന്നത് മുന്തിരിപ്പെട്ടികളല്ലേ വെച്ചേക്കുന്നത്. ഭയങ്കര വിലക്കുറവാ പെട്ടി അല്ലേ? പെട്ടി എടുക്കുമ്പോഴത്തേനൊക്കെ നീര്, മാങ്ങ എല്ലാം നട്ടുച്ചെന്ന് പറയാല്ലേ 1:30 സമയം. പക്ഷെ നല്ലൊരു വെളിയിലിറങ്ങി ഭയങ്കര വെയിലുണ്ട്. പക്ഷെ ഇങ്ങനെ പോകുമ്പോ നമ്മള് ഗ്ലാസിന്റെ താത്ത് വെച്ചേക്കും. പക്ഷെ നല്ല തണുത്ത കാറ്റാണ്. അതെ, നല്ല താത്ത് വെച്ച് ഓടിക്കുന്നത് കാറ്റ് കൊള്ളാനായിട്ട്. ചിങ്കാണെങ്കിൽ പുറകിരുന്ന് കാറ്റ് കൊണ്ട് അല്ലേ, നല്ല രസം അല്ലേ. ട്രാക്ടറെ പാട്ടൊക്കെ വെച്ചേക്കും. ആസ്വദിച്ചു പോവുക അല്ലേ. ഇവിടെ ഉള്ള ഒരു ജോലി ചെയ്യുന്നതും ഭയങ്കര ആസ്വദിച്ച. അങ്ങനെ നമ്മള് മുന്തിരിത്തോട്ടത്തിന് അവിടെ വന്നു. ഇതാണ് കേട്ടോ, ഇതിലെ ആ മുന്തിരിത്തോട്ടത്തിന്. അതെ, അവിടെയുണ്ട് MSR ഗ്രേപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞ പറഞ്ഞോ, മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞ പറഞ്ഞോ അവിടെയുണ്ട്. അത് പുതിയതാണ് കേട്ടോ. ഇതാണ് മെയിൻ, ഇതാണ് ആദ്യം മുതലേ ഉള്ളത്. ഞങ്ങൾ വന്നപ്പോൾ വിശന്നായിരുന്നു, അതുകൊണ്ട് ഞങ്ങള് ഡൗൺ ടൗൺ ഡൈനിങ് പറഞ്ഞൊരു ഹോട്ടൽ, കേരള ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ അടിപൊളി. ഇതാണ് മുന്തിരിത്തോട്ടത്തിലോട്ട് പോകുന്ന വഴി. ജെനീസ് എന്നാണ് എൻ്റെ പേര്. ആ കണ്ടോ, ഇതാ ജിങ്കു പാർക്ക്. ഇപ്പൊ 2 റൈഡേ ഉള്ളു. ഭയങ്കര തിരക്ക്. അവിടെ വണ്ടി കിടക്കുന്നതാണ്. അത് ഞങ്ങളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടിയത്. ആ ഇതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞേച്ച് ഇപ്പൊ തളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ കണ്ടോ മുന്തിരി കിടക്കുന്ന കണ്ടോ. കണ്ടോ കണ്ണാടി വെച്ചിട്ട് മുന്തിരി നോക്കാം. എന്നിട്ട് നോക്കിട്ട് മുന്തിരി കാണുന്നില്ല. ഞാൻ നോക്കിട്ട് ചിങ്കു അങ്ങനെ തന്നെയാണോ? ചിങ്കു നോക്കി, ഞാൻ ഈ മുന്തിരി കണ്ടില്ല. അങ്ങോട്ട് നോക്കിട്ട് അത് കാണുന്നില്ല. വരുമ്പോ തന്നെ അല്ലേ, ഇവിടെ വരുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരി പറിക്കരുത്. കണ്ടോ ഇത്ര സ്ഥലമേ വിസിറ്റേഴ്സിന് അലൗഡ് ഉള്ളൂ കേട്ടോ. കേട്ടോ ആ ഇതുണ്ട്, ഇവരിത് കെട്ടി തിരിച്ചിട്ടുണ്ട്. കണ്ടോ
പറിക്കരുതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതിലൊന്നും ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ പറിച്ചിട്ടുണ്ട്, ആരും കാണാതൊക്കെ കണ്ടോ. പൊഴിഞ്ഞും പോകുന്നുണ്ടോ കേട്ടോ വെയിലല്ലേ. ഇവിടെ ഫ്രഷ് ജ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ബോക്സ് 200 കേട്ടോ. എത്ര കിലോ ഉണ്ട് ഒരു ബോക്സിൽ? 3 കിലോ. ഇത് ജ്യൂസാണ്, ഗ്രേപ്പ് ജ്യൂസ്. അപ്പുറത്തെ വൈനാണോ? വൈൻ എത്രയാ? 150. ജ്യൂസോ? വാഷ് 150, ജ്യൂസ് 110. നമ്മളിവിടുത്തെ മുന്തിരി വെച്ച് തന്നെ ഉണ്ടാക്കുന്നതല്ലേ അല്ല? അല്ല. ആഹാ, ഫോട്ടോയ്ക്ക് പോസിയാണ്. കടിക്കാൻ പോകുന്ന പോലത്തെ ഫോട്ടോ വേണം. കടിക്കാൻ പോകുന്ന പോലെ ഫോട്ടോ വേണമെന്ന്. കഴിക്കാൻ പറ്റത്തില്ല, ഇത് മുഴുവൻ മരുന്നടിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇപ്പൊ ഈ ആൾക്കാർ ഈ കാണാൻ വന്നിരുന്നിടത്തെ മുഴുവൻ ഇതുണ്ട്. ഇതുപോലെ ഈ ചുക്കിച്ചുളിഞ്ഞായിരിക്കുന്നത് അതുകൊണ്ടോ? അതെന്താ ഈ പറിക്കാതെ നിന്നേ വെയിലും ഡ്രൈ ആയിട്ടായിരിക്കുവേ. പറിക്കലെന്ന് പറഞ്ഞാൽ പറിക്കുന്നുണ്ട്, ഇനി ഇങ്ങനെ നിന്ന് പോകുമല്ലേ ഉള്ളൂ. അതെ അതെ. ആൾക്കാർ വരുമ്പോ ഇത് നിറച്ചിങ്ങനെ വേണ്ട, ഇങ്ങനെ കിടക്കുന്നത് കാണാനേ. ഇങ്ങനെ നിറഞ്ഞു കിടന്നല്ലേ ഒരു ഭംഗിയുള്ളൂ. പിന്നെ ഇവിടെ മുന്തിരി കിട്ടും കേട്ടോ. നമുക്ക് ഇറങ്ങിയാലോ? പോകാം. അങ്ങനെ നമ്മൾ ഈ മുന്തിരിപ്പാടം കണ്ടിറങ്ങി. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് പുതിയത് നമ്മൾ കയറിയപ്പോൾ കാണിച്ചില്ലേ അല്ലേ? അവിടെ കൂടെ ഒന്ന് കയറി നോക്കാം അല്ലേ? വാ. ഇത് നമ്മളിപ്പോൾ കയറിയില്ലേ, ജെനീസ് മുന്തിരിത്തോട്ടം. അതിൻ്റെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ ഇത്. ഇവിടെ ജ്യൂസും ഇതും എല്ലാം കിട്ടും. ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, MSR മുന്തിരിത്തോട്ടം. അവിടെ ഒന്ന് പോയി നോക്കാം. ഇത് അവരുടെ ജ്യൂസ് ഇവിടെ, MSRന്റെ കണ്ടോ. ഇവിടെ കുറച്ചുകൂടെ നല്ല ഇത് കാണാനുണ്ട്. മുന്തിരി ജ്യൂസ് ഫ്രഷ് ഗ്രേപ്സ് അവൈലബിൾ. ഇവിടെയുണ്ട് കേട്ടോ അല്ലേ? വാ, ഇതുണ്ടോ അടിപൊളിയായിട്ട് മുന്തിരി കിടക്കുന്നു. എനിക്ക് കണ്ടോ? എനിക്ക് തോന്നുന്ന അപ്പുറത്തേലും നല്ലത് ഇതാ കേട്ടോ. ഇത് MSR, അപ്പുറത്ത് ജെനി. അതെ അതെ അതെ. അല്ലെന്ന് തോന്നുന്നു. ഇത് ആൾക്കാർ ഇരിക്കുന്നത് കണ്ടോ. ഇവിടെ മുന്തിരി പറിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. കണ്ടോ അല്ലേ? ഇതല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ കേട്ടോ. അല്ലേ ചിങ്ങമ്മ? കൊള്ളാം കേട്ടോ. അതിലും നല്ല ഇതല്ലേ? ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം. എങ്ങനെയുണ്ട് അല്ലേ? കണ്ടോ? അടിപൊളി കേട്ടോ. ഇതാ അടിപൊളി മുന്തിരിത്തോട്ടം കേട്ടോ, MSR. ഇങ്ങോട്ട് നോക്കി കിടക്കുന്നേ. കണ്ടോ?
വേറുണ്ട് ഇവിടെ നോക്കി. ആ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതൊരു ഭയങ്കര അല്ലേ? അതെ. ഓ ചിങ്കു മതിമറന്ന് നടക്കണോ ചിങ്കു? വേറുണ്ട് ചിങ്കു? അടിപൊളിയാ കേട്ടോ. ആ അതെ അതെ അതെ. ആ ചിങ്കുന് ഇവിടെ ഒരു കൂട്ടുകാരി കിട്ടി കേട്ടോ. എന്നാ ചിങ്കു? ഇതെന്താ ഇത്? ജാമോ? ആ മോയ്സ്ചറൈസർ. ഓഹോ ഇത് சைடு எஃபெக்ட் எதுவுமே வராது. மாய்ஸ்சரைசர். இது மாய்ஸ்சரைசர். ஃபவுண்டேஷன் யூஸ் பண்றதுக்கு பதிலா இது யூஸ் பண்ணலாம். இது சோப் யூஸ் பண்றதுக்கு யூஸ் பண்ணலாம். இது நல்ல ரிசல்ட் கிடைக்கும். இது ஃபேஸ் வாஷ். ஃபேஸ் வாஷ். அம்மா போയോ? இது 100 இது 120. இது எல்லாம் கிரேட் ப்ராடக்ட் ஆ? எல்லாமே இங்க MSR ல பண்றாங்க. இது மாய்ஸ்சரைசர். யூஸ் பண்ணி 1 வீக்ல நல்ல ரிசல்ட். யூஸ் செய்து வர வேணும்னாலும் வாட்ஸ்அப்ல ஆர்டர் கொடுத்தீங்கன்னா டோர் டெலிவரி சார்ஜ் எதுவுமே இல்லை. இதே பிரைஸ் தான். அப்படியா? சில்ட்ரன்ஸ் யூஸ் பண்ணலாம். சைடு எஃபெக்ட் எதுவுமே வராது. சரி சரி சரி. இது தமிழ்நாடு மட்டுமா கேரளாவா? கேരളവും ഡെലിവറി பண்ணுவா? 2 days. തമിഴ്നാടിനോ ഉണ്ട്. அப்படியா? ഓ ശരി ശരി. അങ്ങനെ നമ്മൾ പറഞ്ഞു മുന്തിരിപ്പാടമൊക്കെ കണ്ടല്ലേ? ആ 2 മുന്തിരിപ്പാടം കണ്ടു. ആരും ഈ ഉച്ച സമയത്ത് വരരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പി വെള്ളം എന്തായാലും കൈ കഴിക്കണം. പിന്നെ അവിടെ ജ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ജ്യൂസ് ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. ആ അത് മാത്രല്ല നമ്മളത് ഫുഡ് അന്നേരം കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങിയല്ലോ. അതുകൊണ്ട് എല്ലാരും വെയിലത്ത് വരാതിരിക്കാൻ നോക്കാം ഉച്ചയ്ക്ക്. പിന്നെ ഈ യാത്ര ചെയ്യുമ്പോ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഭയങ്കര തിരക്കാ കേട്ടോ. ഇപ്പൊ ഈ വെക്കേഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാ. നമ്മൾ ആദ്യം കയറിയ മുന്തിരിത്തോട്ടത്തെ കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടാമത് MSR. രണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റാ. ഒത്തിരി ഉണ്ട്. അത് മാത്രമല്ല നല്ല മുന്തിരിത്തോട്ടം, നല്ല മുന്തിരിയാ. ആ നല്ല ഈ രണ്ടിടത്ത് കയറുന്നാലും പാസ് ഒന്നുമില്ല കേട്ടോ. പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് കയറാം. പിന്നെ ഒരു വേറെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാച്ചർമാരെല്ലാം അതിൽ നടപ്പുണ്ട്. ഒരു മുന്തിരി പറിച്ചാലും 500 രൂപയാണ് ഫൈൻ. അപ്പൊ അത് പിള്ളേരെ കൊണ്ട് പോകുന്നവര് പിള്ളേര് കയറി ചിലപ്പോ ടക്കെന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. അവരുടെ ആൾക്കാരെ അതിനകത്ത് ആ നമുക്കറിയത്തില്ല ആരാ ഇതിനകത്ത് വാച്ചർന്നോ അറിയത്തില്ല. അങ്ങനെ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തൂടെ പോകണമെന്ന് തോന്നി അല്ലേ? ഇവിടെ സുരുളി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാം. എന്നിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇറങ്ങി കുളിക്കാന്നൊക്കെയാ പറഞ്ഞത്. നമുക്ക് അതുകൂടെ ഒന്ന് പോയി നോക്കാം. അപ്പൊ നമുക്കെന്നാ അങ്ങോട്ട് പോവാം അല്ലേ? അങ്ങനെ ഞങ്ങള് സുരുളി എത്തിയല്ലേ? അതാണ് ഇത് എൻട്രി കേട്ടോ. അവിടം വരെ വണ്ടി വരത്തുള്ളൂ. ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ വെച്ച് നടക്കാനുണ്ട്. 4 മണി വരെയുള്ള എൻട്രി. ഇപ്പം 3:15 അല്ലേ? നല്ല തണുപ്പല്ലേ? അടിപൊളി. ആ ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് എത്രയാ? 30. ആ പേഴ്സൺ. നമ്മൾ ടിക്കറ്റ് എടുത്തു അവിടെ. ഒരാൾക്ക് 30 രൂപ, 5 വയസ്സ് മുതൽ 12 വയസ്സുള്ളവർക്ക് 20 രൂപ. അങ്ങനെ ഞങ്ങള് 3 പേരും ടിക്കറ്റ് എടുത്ത് 80 രൂപ ഞങ്ങൾക്ക് 3 പേർക്ക്. പിന്നെ 8 മണി മുതൽ 4 മണി വരെയുള്ള സമയം. വാവ് എന്നാ തണുപ്പാന്നറിയാമോ? കൗണ്ടർ ചോദിച്ചപ്പോ അവിടെ വെള്ളം ഉണ്ടെന്നാ പറഞ്ഞോ. എവിടെയാ? ടിക്കറ്റ് കൗണ്ടർ ചോദിച്ചപ്പോ അവിടെ വാട്ടർഫോൾസിൽ വെള്ളം ഉണ്ടെന്ന് അവര് പറഞ്ഞു. ആണോ? എന്നെ തണുപ്പല്ലേ? ഇത് എല്ലാരും കുളി കഴിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മള് മാത്രം ഒന്നും എടുക്കാതെ. അതെ. പണ്ട് നേരത്തെ ഞങ്ങളിവിടെ വരുമ്പോഴേ ഇവിടെ ഇത്ര ടിക്കറ്റോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങ് വരെ നമുക്ക് വണ്ടി പോകായിരുന്നു. ആ ഈ റോഡിന്റെ എൻഡ് വരെ നമുക്ക് വണ്ടിയും കൊണ്ട് പോകാമായിരുന്നു. ഓർക്കുന്നില്ലേ?
നമ്മൾ വന്നു. ഇത്രയും തിരക്കൊന്നുമില്ല. നല്ല തിരക്ക് കേട്ടോ. കണ്ടോ ഇതന്നെ പേൻ നോക്കുന്നുണ്ടോ? അടുത്ത ആൾക്കാര് ഇവിടെ വരുമ്പോഴേ വെള്ളച്ചാട്ടത്തിന് വെച്ച കേട്ടോ. കണ്ടോ ആൾക്കാര് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നേ. അടുത്തടി ആണോ? ഇനി ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്സാ മുകളിലേക്ക്. സ്റ്റെപ്പ് അതേ വെള്ളച്ചാട്ടം കണ്ടോ? അടിപൊളിയാ കേട്ടോ. അതേ അങ്ങ് കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ? കണ്ടോ അടിപൊളി. ഇറങ്ങുന്നുണ്ടോ? അടിപൊളി. എങ്ങനെയുണ്ടോ? അങ്ങനെ നമ്മള് ഇവിടെ വന്നു. വലിയ ഇതൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല കേട്ടോ. പക്ഷെ അതെ, ഇത് ഞാൻ ഇപ്പോഴും നനഞ്ഞ പാൻറ്റായിട്ടേക്കുന്നത്. ഡ്രസ്സൊന്നും വേറെ കരുതിയൊന്നും. ചിങ്കു മാത്രം ഒരു ജോഡി വേറെ എടുത്തായിരുന്നു. അതിട്ട് ചിങ്കു ഇറങ്ങിയ ഒരു. പക്ഷെ ഇവിടെ വരുവാണെങ്കിൽ അടിപൊളി കേട്ടോ. നല്ല സൂപ്പറായിട്ട് കുളിക്കാൻ പറ്റും. പിന്നെ വരുന്നവര് മാറാനുള്ള ഡ്രസ്സും ഇറങ്ങാനുള്ള ഡ്രസ്സും ഉണ്ട്. ഈ കാണുന്ന കുറെ കാണുന്ന ബിൽഡിംഗ് ഒക്കെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം സെപ്പറേറ്റ് ഉണ്ട് മാറാനുള്ള. വേറെ പ്രശ്നം പെണ്ണുങ്ങൾക്ക് തന്നെ സെപ്പറേറ്റ് നിൽക്കും. വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ നിൽക്കാൻ വേറൊരു സ്ഥലമുണ്ട്. ആണുങ്ങൾക്ക് സെപ്പറേറ്റ് സ്ഥലം. പിന്നെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഇറങ്ങേണ്ടവർക്ക് അങ്ങനെ ഇറങ്ങാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ളത് അടിപൊളിയാണ്. പിന്നെ നല്ല 4:30 ആയപ്പോഴത്തേനും അവിടെ ആൾക്കാരെ പതുക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അതിന് മുന്നേ കുറച്ച് മുന്നേ കയറി പോന്നു. അല്ല എന്നാലുള്ള അടിപൊളിയല്ലേ? കുഞ്ഞിന് മാത്രം ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഇറക്കി വരാം. നമുക്ക് അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ